ബംഗാളിൽ പുതിയ രാഷ്ട്രീയവാദം. ബംഗാൾ ഗവർണർ CV ആനന്ദബോസ് രാജ്ഭവനിലെ ഒരു താൽക്കാലിക ജീവനക്കാരിയെ 2 തവണ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. സന്ദേശ് ഗാലിക്ക് തൃണമൂലിൻ്റെ മറുപടിയാണോ ഇത്? അതെ, അത് തന്നെയാണ്. കഷ്ടമാണ്. ഈ ഏറ്റവും എളുപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഒരു സ്ത്രീയെ കൊണ്ട് ആരോപണം ഉന്നയിക്കുക, ഒരു FIR ഇടുക, അതവിടെ കിടക്കും. അതോടെ ഈ മനുഷ്യനെ ജീവിതകാലം മുഴുവൻ ഒരു കറുത്ത പൊട്ടായിട്ട് അത് അവശേഷിക്കും. അല്ലെങ്കിൽ ഇദ്ദേഹം ഹൈക്കോടതിയിൽ പോയിട്ട് ഈ FIR ക്വാഷ് ചെയ്യാനൊക്കെ നിൽക്കണം. FIR ക്വാഷ് ചെയ്യാൻ ഇമ്മീഡിയറ്റ് ഹൈക്കോടതി പോയാൽ ഹൈക്കോടതി സമ്മതിക്കില്ല. ഇനി ഞാൻ നിട്ടതല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇത് ക്വാഷ് അന്വേഷിക്കട്ടെ വരുന്നു. ഒരു 5, 6, 7 വർഷം കഴിഞ്ഞിട്ട് FIR ക്വാഷ് ചെയ്യാനായിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈക്കോടതി പറയും ഇതുവരെ ഒന്നും ആയിട്ടില്ല, എന്തെന്നാടോ ഇത്, വെറുതെ ഒരു FIR കാണിച്ച് ആളെ പീഡിപ്പിക്കുന്നു, ക്വാഷ് ഇറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ഗവർണർക്കെതിരെ FIR ഇടാൻ പറ്റുമോ? FIR ഇടാം. ഇതുപോലത്തെ കേസുകളിൽ FIR ഇടാം. ഇമ്മ്യൂണിറ്റി, ക്രിമിനൽ കേസിൽ ഗവർണർക്ക് ഇമ്മ്യൂണിറ്റി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി ഇതുപോലത്തെ ഇവർ ഉന്നയിച്ച ഈ പോലീസുകാരെടുത്തിരിക്കുന്ന കേസ് എന്താണ്, അതിൻ്റെ വകുപ്പ് ഏതാണെന്നൊക്കെ അറിഞ്ഞാലേ കൃത്യമായിട്ടത് പറയാൻ പറ്റുള്ളൂ. രാവിലെ കേട്ടത് ഇതുവരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല, ലീഗൽ ഒപ്പീനിയൻ തേടുന്നു ബംഗാൾ പോലീസ്. ലീഗൽ ഒപ്പീനിയൻ അവർക്ക് അനുകൂലമായിട്ട് വരും. ഇപ്പോൾ ഈ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നതും ഒരു ഫെസിലിറ്റിയാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് ഗവർണർ ക്യാൻ ഡു എനിത്തിങ്. ഇപ്പോൾ ഗവർണർ പുറത്തിറങ്ങിയിട്ട് എല്ലാവരും കാണുക ഒരുത്തനെ കൂത്തിക്കൊല്ലുന്നു, FIR ഇടാൻ പറ്റില്ല, അങ്ങനെ തൊടാനും പറ്റില്ല, അങ്ങനെ ഒരു ഗവർണറാണെന്ന് പറഞ്ഞ് ഞാൻ സമ്മതിക്കുമോ? ഗവർണർക്കും രാഷ്ട്രപതിക്കും അത് മാറ്റിയാൽ ചെയ്യാം. എന്തിന് മാറ്റുന്നില്ല? കേന്ദ്ര സർക്കാർ ഗവർണറെ മാറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പോകുന്നു? അതൊരു നല്ല പ്രാക്ടീസാണോ? പ്രാക്ടീസാണോ ഇല്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഗവർണറെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ, FIR ഇടേണ്ടി വരുമോ? ഇതൊക്കെയാണ് ചോദ്യം. ഇതുവരെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് നമുക്കൊരു പ്രസിഡൻസ് കാണിക്കാനില്ല. ബട്ട് തിങ് ഈസ്, ഈ കേസിൻ്റെ സീരിയസ്നെസ് അനുസരിച്ച് പോലീസ് FIR ഇട്ടു എന്ന് വരും. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവർണർ തനിക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോടതിയിൽ പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ ചെന്ന് ചാടും. അത് എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, നിയമപരമായിട്ടത് പോകുന്നത് പല വഴിക്ക് പോകും. പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ CV ആനന്ദബോസിനെ ഒരു പാഠം പഠിപ്പിക്കുക. വേറെ ഒരു മാർഗവും കാണുന്നില്ല. ഏറ്റവും എളുപ്പമാർഗം ഇതാണ്. ഭാരതത്തിൽ ഇപ്പോൾ നിലവിലുള്ള നിയമം വെച്ചിട്ട് ഒരു പുരുഷനെ കൊടുക്കാനായിട്ട് ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയാൽ മതി. പണ്ടൊക്കെ വല്ലാതെ തുനിഞ്ഞിറങ്ങണമായിരുന്നു, ഇപ്പോൾ അത്രയും പോലും വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം വായിച്ച നിയമപുസ്തകം 1974 ജസ്റ്റിസ് സദാശിവൻ എഴുതിയ കുറ്റവും ശിക്ഷയും എന്ന പുസ്തകമാണ്. അതിൽ അന്ന് അദ്ദേഹം എഴുതിയിരുന്നു, അന്ന് നിലവിലുള്ള നിയമങ്ങൾ വെച്ചിട്ട് ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയാൽ ഒരുത്തനെ ജയിലിൽ അയക്കാൻ പറ്റും. പച്ചക്കള്ളം പറഞ്ഞാൽ മതി, ഉറപ്പിച്ച് പറയുക, അത് ചെയ്താൽ ഇവൻ ജയിലിൽ പോകും. അന്ന്. ഇന്നത്തെ നിയമങ്ങളോ, ഇന്നതിന് ശേഷം ഒരുപാട് സ്ത്രീ അനുകൂല നിയമങ്ങൾ ഒരുപാട് വന്നു. ഇപ്പോൾ അവർ തൊട്ടാ കുറ്റമാണ്, നോക്കിയാൽ കുറ്റമാണ്, 14 സെക്കൻഡിൽ കൂടുതൽ നോക്കരുത്, അത് ഇത് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ എന്നെപ്പോലൊരു കളവനൊരു പെങ്കൊച്ചിനെ ഇങ്ങനെ നോക്കിയിട്ട് നീ ആ വടക്കേലെ മാത്തച്ഛൻ്റെ മകളല്ലേ എന്ന് ചോദിച്ച കേസ് 14 സെക്കൻഡ് കഴിഞ്ഞു, എന്നെ പിടിച്ചകത്തിടും. നമ്മളിത് ഏത് കുടുംബത്തിലെ പെങ്കൊച്ചെന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ലൈംഗിക ചുവയോടെ എന്നൊക്കെ പറഞ്ഞുള്ള പ്രയോഗങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ രാജ്ഭവനിൽ ഒരുപാട് സ്റ്റാഫൊക്കെ ഉണ്ട്. വളരെ വലിയ ബിൽഡിംഗ് ആയിരിക്കും. ഞാൻ കൽക്കട്ട രാജ്ഭവൻ കണ്ടിട്ടില്ല, ബട്ട് ഐ പ്രിസ്യൂം ബി എ ഹ്യൂജ് ബിൽഡിംഗ് ആൻഡ് കോമ്പൗണ്ട്. ഒരു സ്ത്രീ തുനിഞ്ഞിറങ്ങിയിട്ട് ആനന്ദബോസിനെതിരെ പരാതി പറഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? ഇത് സ്ഥിരം ടെക്നിക്കായിട്ട് മാറി. ഇപ്പോൾ ഈ ആര്യയുടെ കേസിലും അതല്ലേ, അവർ ആ അവസാനത്തെ ട്രംപ് കാർഡ് എടുത്തങ്ങ് തട്ടി, ലൈംഗിക ചേഷ്ടകൾ കാണിപ്പോൾ പൊളിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഒരു രക്ഷയില്ല, പിടിച്ചു വേണമെങ്കിൽ റിമാൻഡ് ചെയ്യാം. ഇതുവരെ ചെയ്തിട്ടില്ല അവർ. ഇതുപോലെ ആനന്ദബോസിനെ നാറ്റിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധം ഇതാണ് എന്ന് മമതാ ബാനർജി തീരുമാനിച്ചു. മാത്രമല്ല, ഇന്നാണെന്ന് തോന്നുന്നു പ്രധാനമന്ത്രി അവിടെ വന്ന് താമസിക്കുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഇതുകൊണ്ട് പ്രധാനമന്ത്രി പ്രോഗ്രാമൊന്നും മാറ്റാൻ പോകുന്നില്ല, അദ്ദേഹം അവിടെ താമസിക്കും. ഉടനെ നാളെ പ്രധാനമന്ത്രിയുടെ നേർക്കാവും. ഇങ്ങനെ ചെയ്ത ഒരാളിൻ്റെ കോമ്പൗണ്ടിനുള്ളിലെ അവിടെ താമസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അത് തുടങ്ങും. ഇതിങ്ങനെ ചെണ്ട കൂട്ടിക്കൊണ്ട് നടക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പരാതി കൊടുത്ത പെങ്കൊച്ചിനെയും കാണില്ല, കേസും കാണില്ല, പോലീസും കാണില്ല, ഒന്നും കാണില്ല.
യു വിൽ നോട്ട് ഹിയർ എ വേർഡ് അബൌട്ട് ദിസ്. ഈ ആനന്ദ് ബോസ് ഈ മമതയെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നു അല്ലേ രാഷ്ട്രീയമായി? ഇല്ല ഇല്ല, ആനന്ദ് ബോസ് വാസ് അബ്സല്യൂട്ട്ലി ഫെയർ ടു ദാറ്റ് ലേഡി. ഒരു സ്റ്റേൽമേറ്റും ഉണ്ടാക്കാതെ. സംടൈംസ് ഈ ആനന്ദ് ബോസും മമതാ ബാനർജിയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് പറഞ്ഞ് ബി ജെ പിക്കാർ സമരം ചെയ്തത്. അതിനുശേഷം അദ്ദേഹത്തിന് നിലപാട് മാറിയെന്ന് തോന്നുന്നു. അല്ല, ഈ അതിനുശേഷം അദ്ദേഹത്തിന് നിലപാട് മാറിയില്ല, അവരുടെ നിലപാട് മാറി. അങ്ങനെയാണ് അദ്ദേഹത്തിന് Z+ സെക്യൂരിറ്റി കൊടുത്ത്. ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായമായ ഒരു കാര്യത്തിനും പുള്ളി കൂട്ടു നിൽക്കില്ല, ന്യായമായ കാര്യത്തിന് ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യും. അന്ന് ഈ ഫുൾ സപ്പോർട്ട് കൊടുത്തപ്പോഴാണ് ബി ജെ പി ഇദ്ദേഹത്തിനെതിരെ സമരം നയിച്ചു, ഇദ്ദേഹത്തെ മാറ്റണം, തിരിച്ചു വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ബഹളം വെച്ചു. ഇദ്ദേഹം മമതയുമായിട്ട് ഒറ്റ ഇതാണ്. മമത വാസ് ഓൾസോ ഹാപ്പി വിത്ത്. അത് കഴിഞ്ഞ് പ്രധാനമായിട്ട് ഇവർ തെറ്റുന്നത് സന്ദേശ് ഖാലി വിഷയത്തിലാണ്. അതിനു മുമ്പ് ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും മാനേജ് ചെയ്ത് അങ്ങ് പൊയ്ക്കൊണ്ടിരുന്നു. സന്ദേശ് ഖാലി ഒരു ടേണിംഗ് പോയിൻ്റായി. അല്ല, അദ്ദേഹം അന്ന് പറഞ്ഞു രാജ്ഭവനിലേക്ക് ഈ അഭയാർത്ഥികളെ പെട്ടവരെയൊക്കെ അവിടെ താമസിപ്പിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രസ്താവനകളാണ്. ഏതായാലും അവിടെ വെച്ചാണ് ഇത് വട്ടം ഉടക്കുന്നത്. അതിനുള്ളൊരു തിരിച്ചടിയായിട്ടാണ് ഇത്. ഗവർണർമാരുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്, ലൈംഗിക ആരോപണങ്ങൾ. എൻ്റെ അറിവിൽ ND തിവാരിയാണ് ആദ്യം ഇതിൽ രാജിവെക്കുകയും ചെയ്തു. അദ്ദേഹം രാജിവെച്ചു. പിന്നെ മിസോറാമില്ല, നാഗാലാൻഡിലെ ഒരു ഗവർണറെ പറ്റി പരാതി വന്നിരുന്നു. അത് പക്ഷേ പിന്നീട് കേസായില്ല, പോയി. ഇതുപോലെ എന്തോ പൊളിറ്റിക്കൽ ഇഷ്യൂ വന്നിട്ടാണ് അത് ചെയ്തത്. അപ്പോൾ അങ്ങനെ 2-3 ഇൻസിഡൻസൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷേ CV ആനന്ദ് ബോസ് രാജിവെക്കും എന്നായിരിക്കും. ആനന്ദ് ബോസ് അങ്ങനെ രാജിവെച്ച് തോറ്റു കൊടുക്കുന്ന ആളല്ല. രാജിവെച്ച് ഞാൻ കോടതിയിൽ കണ്ടോളാം, അത് മണ്ടത്തരമാകും. കാരണം കോടതിയിൽ പോയിട്ട് ഇത് ക്വാഷ് ചെയ്യുകയോ അല്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയനായി തിളങ്ങി പുറത്ത് വരികയൊക്കെ ചെയ്ത് കാലം ഒരുപാട് സമയമെടുക്കും. അത് നിരന്തരം ഇവർ നീട്ടിക്കൊണ്ടു പോകാനും വഴിയുണ്ട്. ഒരു കേസ് നീട്ടി വെച്ചുകൊണ്ട് പോകാൻ ഇഷ്ടം പോലെ ഇതുണ്ടല്ലോ, മാർഗങ്ങളുണ്ടല്ലോ. അങ്ങനെ കേസ് നീട്ടിക്കൊണ്ടു പോകും. ഇലക്ഷൻ 2 ഘട്ടം കഴിഞ്ഞതേ ഉള്ളൂ, 3ാമത്തെ ഘട്ടം ഇപ്പോൾ ആവാൻ പോകുന്നു. അപ്പം വല്ലാതെ മമത പേടിക്കുന്നുണ്ടോ ബംഗാളിൽ? പേടിക്കുന്നുണ്ട് ഒരു കാര്യം. നമ്പർ 2, അവരുടെ കപ്പാസിറ്റി ഒന്ന് തെളിയിക്കണ്ടേ. അവരെപ്പോഴും ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ്. അവരുടെ കപ്പാസിറ്റി കണ്ടോ, ഹൗ പവർഫുൾ ഐ ആം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നത് ഇത്തരം പരിപാടിയിലൂടെയാണ്. അടിപിടി, അക്രമം, പെണ്ണ് കേസ്, ഗർഭക്കേസ്, ഇതിലൂടെയൊക്കെയാണ് മമത ആൾക്കാരെ ഒതുക്കുന്നത്. തെറ്റില്ല. കാരണം എന്ന് വെച്ചാൽ മമതയുടെ കൂടെ ഇപ്പോൾ ഉള്ള ആൾക്കാരാരാ? നേരത്തെ CPMൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അപ്പോൾ അവർക്ക് ഈ അറിയാവുന്ന ഒരു ശൈലി ഇതാണ്. ആ ശൈലിയിൽ അവർ പ്രവർത്തിക്കുന്നു. മമതയെ സംബന്ധിച്ചിടത്തോളം പണ്ട് അവരെ എങ്ങനെയൊക്കെ ദ്രോഹിച്ചോ അതുപോലെ ഇപ്പോൾ അവരുടെ ശത്രുക്കളെ ദ്രോഹിക്കുന്നു. അവരുടെ ശത്രുക്കൾ BJP ആയിപ്പോയി. CPMകാരെ അവരുടെ കൂടെ തന്നെ നിൽക്കുന്നു. മമതയുടെ കൂടെ CPMാണ്. ആ പാഠപുസ്തകം അവരുടെ അനുഭവം അതാണ്. അപ്പോൾ CPMകാർ TMCയിൽ വ്യാപകമായിട്ട് കയറിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ കയറിയിട്ടുണ്ട്, ബംഗ്ലാദേശി മുസ്ലിംസാണ് അതിൻ്റെ നട്ടിലായിട്ട് നിൽക്കുന്നത്. ഇതൊക്കെ ചേർത്തിട്ട് അവർക്കറിയാവുന്ന പണി അവർ ചെയ്യും. അല്ല, ഇതൊരു മോശം പ്രാക്ടീസ് അല്ലേ? പല സംസ്ഥാനങ്ങളിലും ഗവർണർമാരും സംസ്ഥാന സർക്കാരുമായിട്ടും പ്രശ്നങ്ങളുണ്ട്. അവിടെയൊക്കെ നമ്മുടെ കേരളത്തിൽ പോലും നാളെ ഒരാളെ ഇതുപോലൊരു വനിത വന്ന് ആരിഫ് മുഹമ്മദ് ഖാനൊരു പരാതി കൊടുക്കുക. അപ്പോൾ എല്ലാ ഗവർണർമാരെയും ഒതുക്കാൻ എല്ലാ വഴിയും പരാജയപ്പെട്ടു. ഇനി എന്നാൽ ഇത്തരം നാടകങ്ങൾ എടുത്തോളാം എന്നുള്ള ഒരു മോശം പ്രാക്ടീസിന് വഴിവെക്കത്തില്ലേ? അല്ല, ഇതൊന്നും മോശം പ്രാക്ടീസായിട്ട് ഇന്ത്യ മുന്നണി കാണുന്നില്ല. പ്രത്യേകിച്ച് മമതാ ബാനർജി, പിണറായി വിജയൻ, ഇവരൊന്നും ഇതൊരു മോശം പ്രവൃത്തിയായിട്ടല്ല കാണുന്നത്. ഒരു ലെജിറ്റിമേറ്റ് പൊളിറ്റിക്കൽ വെപ്പണാണ് ഈ പെണ്ണ് കേസ് എന്ന് വിചാരിക്കുന്നവരാണ് ഇവരെല്ലാം. CPM ഈസ് കൺവിൻസ്ഡ് ഒരു പെണ്ണിനെ വെച്ചൊരു പണി കൊടുത്തവനിട്ട് അത് ഒരു പൊളിറ്റിക്കൽ ഓപ്പറേഷനായിട്ടാണ് അവർ കാണുന്നത്. അല്ലാതെ മോശമല്ല, ആ പെണ്ണിനും മോശം, അവനും മോശം, ഇങ്ങനത്തെ പ്രവൃത്തി ചെയ്യാമോ എന്നൊക്കെയുള്ള ഈ ലജ്ജ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. നമ്മൾ ഉമ്മൻചാണ്ടിയുടെ കേസിൽ കണ്ടാണല്ലോ. ഇടതുപക്ഷം ഈ നാടിന് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരുടെ ലജ്ജ എന്നുള്ള വികാരം എടുത്തു കളഞ്ഞു. അപ്പോൾ പിന്നെ എന്തും ചെയ്യാമെന്നായി. അതുകൊണ്ടാണ് നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കും, നാണം ഉണ്ടോടാ നിനക്ക് എന്ന് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ് നാണം? ഒരു മിനിമം നാണം എല്ലാവർക്കും വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. എനിക്കും സുനിലിനും സമൂഹത്തിൽ മൊത്തം ഒരു നാണം വേണം. ആ നാണം ഇല്ലേ നിനക്ക് എന്നാണ് നമ്മുടെ ചോദ്യം. അല്ലാതെ ഏത് നാണം എന്നറിയാം.
പക്ഷേ ഒരു ധാരണയാണ്, ഒരു നാണം വേണം എന്തിനും. ഈ ലജ്ജ എന്ന് പറയുന്നത് സമൂഹത്തിനൊരു ലജ്ജയുണ്ട്. ഒരാൾ തുണിയഴിച്ച് നടക്കുമ്പോൾ അയാളല്ല ലജ്ജിക്കുന്നത്, കാണുന്ന നമ്മളാണ് ലജ്ജിക്കുന്നത്. കാരണം നമ്മുടെ നാണത്തിനും മാനത്തിനുമാണ് അയാൾ ക്ഷതമേൽപ്പിക്കുന്നത്. അയാൾക്ക് ഏതായാലും വെളിവില്ല, തുണിയില്ലാതെ നിൽക്കുന്നു. നമുക്ക് വെളിവുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ഈ വികാരങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ മാനം കെടുന്നു, നാണം കെടുന്നു. ഒരാളുടെ ഈ പ്രവൃത്തി കാണുമ്പോൾ നമ്മൾ പറയും, ഛോ മാനക്കേടായിപ്പോയി കേട്ടോ, ഞാനവിടെ പെട്ടുപോയത്. ഇതിന് സാക്ഷിയാകേണ്ടി വന്നതിൻ്റെ അപമാനം. അതാണ് ഈ അപമാനം, ഈ ലജ്ജ, ഈ നാണം എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് CPM കേരള സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയ ദ്രോഹം. അതുകൊണ്ടാണ് ഇത്ര ചെറിയ പെൺകുട്ടിയായിട്ട് ആര്യയ്ക്ക് ഇതുപോലത്തെ കേരള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പിടിക്കും. ഒരു നാണവുമില്ല. സച്ചിൻ ദേവ് എന്ന MLA ഒരു നാണവുമില്ല. ബസ്സിൽ നിന്ന് ആൾക്കാരെ ഇറക്കി വിടുക. വേറൊരു AA റഹീം, അയാൾക്കും ഇല്ല നാണം. അയാൾ പറയുന്നത് MLA ടിക്കറ്റ് എടുക്കാൻ കയറുക. MLAക്ക് ടിക്കറ്റ് വേണ്ടല്ലോ. പാളയത്ത് നിന്ന് ഡിപ്പോയിലേക്ക് ടിക്കറ്റ് എടുത്ത് എന്നിട്ട് വണ്ടി ഡിപ്പോയിൽ എന്ത് കാര്യത്തിന്? അല്ല, MLAക്ക് ഫ്രീ പാസ്സാണ് ടിക്കറ്റ്. ആയിക്കോട്ടെ, ഫ്രീ പാസ് ആണെങ്കിൽ പുള്ളി അത് വേണ്ടാന്ന് വെച്ചു, എനിക്ക് ടിക്കറ്റ് വേണം തീരുമാനിച്ചു. അത് പോട്ടെ, എന്തിനാണ്, എന്ത് കാര്യത്തിനാണ് MLA ആ വണ്ടിയിൽ കയറുന്നത്? ഇപ്പോൾ ഇതെല്ലാം നാണമില്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ്. നാണം നഷ്ടപ്പെട്ടു, മാനം നഷ്ടപ്പെട്ടു, ലജ്ജ എന്നുള്ളൊരു വികാരം നഷ്ടപ്പെട്ടു. ഇത് ഇടതുപക്ഷം മൊത്തത്തിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ അവരുടെ പാർട്ടിയിൽ നടപ്പാക്കി. അതുകൊണ്ട് പാർട്ടിക്കുള്ളിലെ നാണം കെട്ട മാനം കെട്ട കേസുകളൊക്കെ അവർ തന്നെ ജാഗ്രത കുറവാണോ, തീവ്രത എത്രയുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് അവർ തന്നെ ഒതുക്കുന്നു. കാരണം ഈ ഒരു സാധനം നഷ്ടപ്പെട്ടു, അവർക്ക് നാണം മാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് പോലീസ് കേസും വേണ്ട, ഒന്നും വേണ്ട, പോയത് പോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് സെറ്റിൽ ചെയ്യുന്നു. ഇതാണ് അവരുടെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഇത് തന്നെ ഈ ടീം തന്നെയാണ് മമതാ ബാനർജിയുടെ അണികൾ എന്ന് പറയുന്ന ആൾക്കാർ. അപ്പോൾ അവർക്കറിയാവുന്ന വിദ്യ അവർ ചെയ്യുന്നു ആനന്ദ് ബോസിൻ്റെ നേർക്ക്. ആനന്ദ് ബോസ് വിൽ ഫൈറ്റ് ബാക്ക്. ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഗോയിങ് ടു അയ്യോ പെണ്ണ് കേസ് വന്നു, ഞാൻ ഇവിടെ ഇരിക്കില്ല, ഞാൻ രാജിവെക്കും. അത് നടക്കുന്ന കാര്യമില്ല. പുള്ളി രാജിയൊന്നും വയ്ക്കില്ല. പുള്ളിയെ കേന്ദ്ര സർക്കാർ മാറ്റാൻ പോകുന്നുമില്ല. ആകെ സംഭവിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പെങ്കൊച്ചും ഉണ്ടാവില്ല, പറഞ്ഞ ആൾക്കാരും ഉണ്ടാവില്ല. പിന്നെ രാജ്യസഭയിൽ, ഇവിടെ രാജ്ഭവനിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണെങ്കിൽ അവർ ജോലിയിൽ നിന്ന് തെറിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് ആനന്ദ് ബോസ് എൻഷുർ ചെയ്യും. താൽക്കാലിക ജീവനക്കാരിയാണ്. എന്തുമായി ഇനി പെർമനൻറ്റ് ജീവനക്കാരിയാണെങ്കിലും ഒരു ഗവർണർ വിചാരിച്ചാൽ അങ്ങനെയുള്ള സ്റ്റാഫിനെ തെറിപ്പിക്കാൻ പറ്റും, ഒരു സംശയമില്ല. അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സംഭവിക്കുക. അത് കഴിയുമ്പോൾ ഈ വാർത്തയും കേൾക്കില്ല, ആരും ഒന്നും മിണ്ടില്ലെന്ന്. അപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മൂന്നാമത്തെ ഘട്ടം, ഇനി 7 ഘട്ടങ്ങളാണല്ലോ ആകെ ഉള്ളത്. അടുത്ത ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ വയലൻ്റ് ആയിട്ട്, കൂടുതൽ അധാർമികമായ കാര്യങ്ങൾ ഇനിയും സംഭവിക്കുമോ? വരും. ഇതെന്താന്ന് ആദ്യമായിട്ടൊക്കെ അത് സംഭവിക്കുന്നത്. ഇതൊക്കെ സ്ഥിരം നമ്പറുകളാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ഒന്നും ഭീകരമായിരുന്നില്ല. ഇല്ല, അത് നമ്മൾ ഈ പബ്ലിക് മെമ്മറി ഷോർട്ട് എന്ന് പറയുമല്ലോ, അതുകൊണ്ട് നമ്മൾ മറന്നൊക്കെ പോകുന്നതാണ്. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഒക്കെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ സോളാർ വിഷയം, ഇത് കളിക്കാത്ത ആൾക്കാരുണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത് കുറച്ച് കഴിയുമ്പോൾ നമ്മളത് മറക്കും. ഇത്തവണ സംഭവിച്ചത് ഭയങ്കര ഈ ചൂടില്ല, കേരളത്തിലെ ചൂട്. കഴിഞ്ഞ വർഷം ഇത്രയും ചൂടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ഇങ്ങനൊരു ചൂട് എനിക്കുണ്ടായില്ല. കാരണം കഴിഞ്ഞ വർഷത്തെ ചൂട് മറന്നു. അതുകൊണ്ടാണ്. അപ്പം അത് നിത്യസംഭവം. എല്ലാ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിലേക്കുള്ള യുദ്ധങ്ങൾ നടക്കാറുണ്ട്. ഇതിൽ യാതൊരു പ്രത്യേകതയുമില്ല. ഞാൻ പറയുന്നത് ആകെ കേരളീയ സമൂഹത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സംഭാവന അല്ലെങ്കിൽ ദ്രോഹം എന്ന് പറയുന്നത് ഈ ലജ്ജ ഇല്ലാതെയാക്കുകയോ കുറച്ച് കളയുകയൊക്കെ ചെയ്തു. കുറച്ച് പക്ഷേ അവർക്കില്ല, മറ്റുള്ളവരാണ് ഇപ്പോൾ ലജ്ജിക്കുന്നത്. ആ ഒരവസ്ഥ അത് ബംഗാളിലും വരുന്നു. വന്നേ പറ്റുള്ളൂ. അവിടെ നേരത്തെ ഇതുണ്ടായിരുന്നു. ഇവരുടെ ഭരണം ഇരിക്കുമ്പോൾ അവർ ലജ്ജയെടുത്ത് കളഞ്ഞതാണ്. അങ്ങനെയാണ് തസ്ലീമ നസ്രീൻ എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ലജ്ജ എന്നാണ്. ആ വാക്കിനൊരു പ്രാധാന്യമുണ്ട്. എനിവേ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.